എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റേഡിയോയെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ തന്നെ കമ്മ്യൂണിറ്റി റേഡിയോ, FM റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോയുടെ ഇന്ത്യയിലുള്ള വളർച്ച, അതിനുശേഷം മൊബൈൽ ഫോണിൻ്റെ കടന്നുവരവ് റേഡിയോയുടെ പ്രവർത്തനത്തെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട് പരിചയപ്പെട്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ടെലിവിഷനാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ടെലിവിഷനെ കുറിച്ച് നിങ്ങളെന്ത് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയാമെന്ന് ചോദിച്ചാൽ ആക്ച്വലി എൻ്റെ കയ്യിലും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. കാരണം എന്നേക്കാൾ കൂടുതലായിട്ട് ടെലിവിഷനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് റേഡിയോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെലിവിഷനുള്ള ചില അഡ്വാൻറ്റേജുകളും ടെലിവിഷനുള്ള ചില ഡീമെറിറ്റ്സും ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടെത്താവുന്ന വിവരങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ചോദ്യം വന്നാൽ അതിന് ഉത്തരം എഴുതാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ നിർവാഹമൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൂടാതെ ഇതിനകത്തുള്ളത് 24/7 ന്യൂസ് ചാനൽസ് ഇൻ ഇന്ത്യ, അങ്ങനൊരു ടോപ്പിക്കും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാരണം വലിയ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് 24/7 ന്യൂസ് ചാനൽസ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ എത്ര എണ്ണം: 24, ഏഷ്യാനെറ്റ്, മാതൃഭൂമി ന്യൂസ്, അതുപോലെ തന്നെ മനോരമ ന്യൂസ്, അതുപോലെ കൈരളി ന്യൂസ്, പിന്നെ ഇതിനൊക്കെയാണ് റിപ്പോർട്ടർ, ഇങ്ങനെ തുടങ്ങി മീഡിയ 1, ന്യൂസ് 18, പിന്നെ ഇതാ രാജ് ന്യൂസ്, പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ന്യൂസ് ചാനൽസിന് യാതൊരു പഞ്ഞവുമില്ല. 24 മണിക്കൂറും വാർത്തകളാണ്. അവിടെ ചാനൽ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകളിൽ ചില ഇപ്പോൾ LDF അഥവാ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നാൽ ഇടതുമുന്നണിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും. ഒപ്പോസ് ചെയ്യാനായിട്ട് BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ പ്രതിനിധികളും ഒരു രാഷ്ട്രീയ നിരീക്ഷകനെയോ പൊതുനിരീക്ഷകനെയോ ഒക്കെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് പിന്നെ ഇവർ ഘോരം ബാധിക്കുകയാണ്. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ അതിലൂടെ സംഭവിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് 24/7 ന്യൂസ് ചാനൽസ് കടന്നു വന്നതോട് കൂടിയിട്ട് വാർത്താ മാധ്യമ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ടുള്ളൂ ഈ 24/7 ന്യൂസ് ചാനലുകൾക്ക് ഇത്രമേൽ പ്രാധാന്യം കിട്ടാൻ തുടങ്ങിയിട്ട്. ഇന്ത്യ വിഷനിൽ നിന്ന് തുടങ്ങി, ഇന്ത്യ വിഷനൊക്കെ പടച്ചുപൂട്ടിപ്പോയി. അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നീട് ഇങ്ങനെ ഒരു കുത്തൊഴുക്കായിരുന്നു വാർത്താ ചാനലുകളുടെ. ഈ ചാനലുകളൊക്കെ തന്നെ ജനസ്വീകാര്യത നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന 24 ന്യൂസ് ചാനൽ, ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള 24 ന്യൂസ് ചാനൽ, അവരുടെ ഗ്രാഫിക്സിനെ കുറിച്ച്, അവരുടെ സ്റ്റുഡിയോ സെറ്റിങ്സിനെ കുറിച്ച്, അവരുടെ അവതരണ ശൈലിയെക്കുറിച്ച്, അവരുടെ പ്രോഗ്രാമുകളുടെ വ്യത്യസ്തതയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാണ്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനൊരു ടോപ്പിക്ക് വന്നതുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. ആക്ച്വലി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ നമുക്കിത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ബ്രിങ്സ് പിക്ചേഴ്സ് ആൻഡ് സൗണ്ട്സ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ഇൻ ടു മില്യൺസ് ഓഫ് ഹോംസ്. വ്യൂവേഴ്സ് ക്യാൻ സീ ആൻഡ് ലേൺ അബൌട്ട് people, animal and far away lands. Millions of people around the world can watch the live coverage of sports events such as Olympic Games and other events of interest. In addition to these, television brings to viewers a steady stream of programs that are designed to entertain. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നല്ല ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ടെലിവിഷൻ എന്ന് പറയുന്നത്
ലോകത്താകമാനം നടക്കുന്ന വിവരങ്ങളുടെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ചിത്രീകരണ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് ടെലിവിഷൻ. ക്ലിയർ ആണല്ലോ? ഈ ടെക്നോളജിയുടെ കടന്നുവരവിനെ ഉപയോഗപ്പെടുത്തി വളരെ ക്ലിയറായിട്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ടൊരു കാര്യം നമുക്കറിയാനായിട്ട് പറ്റും. കരിപ്പൂർ വിമാനാപകടം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം താഴോട്ട് മറിഞ്ഞ് നടു പൊളിഞ്ഞു പോയ ഒരു ഇഷ്യൂ കുറച്ച് നാൾ മുൻപ് നടന്നു. അതിൻ്റെയൊക്കെ നിങ്ങൾ അന്ന വാർത്ത രാത്രി കണ്ടവർക്കറിയാം. ഐ തിങ്ക് ഒരു 9:10 കൂടിയിട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് വാർത്ത കണ്ടവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ആംബുലൻസുകളും പലവിധ വാഹനങ്ങളും ടാക്സി കാറുകളിൽ ഉൾപ്പെടെ ആളുകളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ രംഗങ്ങൾ. രക്ഷപ്പെട്ടവർ അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നിട്ട് അവരുടെ അനുഭവം വിവരിക്കുന്നവർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ബൈറ്റുകൾ കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിമാനാപകടം നടന്ന് ഒരു 20-25 മിനിറ്റിനകത്ത് റിപ്പോർട്ടർമാർ വിമാനത്താവളത്തിൻ്റെ ചുറ്റും എത്തി, വീഡിയോഗ്രാഫേഴ്സ് എത്തി, അത് ലൈവ് കവറേജായിട്ട് നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാരണം സാങ്കേതികവിദ്യയുടെ വളർച്ചയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഈ സാങ്കേതികവിദ്യ ഇത്രയും ഡെവലപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് കാണാതെ പോയേനെ, നമുക്കിതിൻ്റെ ലൈവ് കവറേജ് കിട്ടാതെ പോയേനെ. അപ്പോൾ ഞാൻ പറയുന്നത് 24/7 ന്യൂസ് ചാനലുകളായാലും ടെലിവിഷൻ്റെ തന്നെ കടന്നുവരവ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി. അതിൽ തന്നെ ഒളിമ്പിക്സ്, ഫുട്ബോൾ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് കാണുകയാണ്. എവിടെയോ നടക്കുന്ന കാര്യം. ഈ ലാസ്റ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും കൂടിയിട്ടാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിരുന്ന് കണ്ടില്ലേ? ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനൽ നമ്മൾ കണ്ടില്ലേ? സെക്കൻഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. 2-3 സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിലാണ് ലൈവ് കവറേജ് നമുക്കിവിടെ വീടുകളിൽ കിട്ടുന്നത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന കാര്യം. അപ്പോൾ അതൊരു വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. ദ നെയിം ടെലിവിഷൻ കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഫാർ ആൻഡ് ലാറ്റിൻ വേർഡ് മീനിങ് ടു സീ. ദസ് the word television means to see far away programs and events. ഫാർ എന്നും അതുപോലെ തന്നെ ടു സീ എന്നും അർത്ഥം വരുന്ന ഗ്രീക്ക് ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് ടെലിവിഷൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. പക്ഷെ അതിലും നല്ലൊരു ഒബ്സർവേഷൻ ഉള്ളത് ടെലിവിഷൻ. രണ്ട് വാക്കാണ്. ടെലി മീൻസ് കേൾക്കാൻ കഴിയുന്നതിനെയാണ് ടെലി എന്ന് പറയാം. വിഷൻ മീൻസ് കാഴ്ചയാണ്. ദൃശ്യ ശ്രാവ്യ മാധ്യമം, ടെലിവിഷൻ, അങ്ങനെയും ഇതിന് വിളിക്കാം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പരിണാമം സംഭവിച്ചിട്ടുള്ളത് ഗ്രീക്ക് ലാറ്റിൻ വേർഡുകളിൽ നിന്നും ടു സീ ഫാർ അവേ തിങ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. മെനി സയൻറ്റിസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിവിഷൻ ആൻഡ് നോ സിംഗിൾ പേഴ്സൺ ക്യാൻ ബി കോൾഡ് ആസ് ഇറ്റ്സ് ഇൻവെൻറ്റർ. മെനി എക്സ്പെരിമെൻ്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് took place in the late 1920s and the 1930s. The British Broadcasting Corporation, BBC, കേട്ടിട്ടുള്ളതായിരിക്കും, BBC ന്യൂസ് ചാനലൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്, started the world's first public television service in 1936. 1936 ആദ്യമായിട്ട് ഒരു പബ്ലിക് ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് നടപ്പിലാക്കുന്നത്. അത് BBC ആണ്. അത് തന്നെയാണ് BBC-യുടെ പ്രാധാന്യം എന്ന് പറയുന്നതും. ലോകത്തെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ. ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രം ലണ്ടൻ. അപ്പോൾ പല രീതിയിൽ പലരും കോൺട്രിബ്യൂട്ട് ചെയ്തു. പല ഉപകരണങ്ങൾ പലരുടെ കണ്ടുപിടുത്തമാണ്. എന്നിരുന്നാലും ആഗോളതലത്തിൽ ഇപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചത് ആരെയെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്, മാർക്കോണി. അങ്ങനെ ഒരു ഉത്തരം ടെലിവിഷന് കൊടുക്കാനായിട്ടില്ല. കാരണം പലരുടെയും കോൺട്രിബ്യൂഷനുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ ഉപകരണമാക്കി മാറ്റിയപ്പോഴാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ലോകത്ത് സാധ്യമായത്. അതുകൊണ്ടാണ് ഒരാളുടെ സിംഗിൾ നെയിമിൽ അത് വരാതെ പോയത്.
Production of a television program is extremely complicated process. A program requires careful planning, much preparation and combined effort of many skilled professionals. The production, the maintenance of a studio and the transmission of a signal involve huge investment. വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ടെലിവിഷൻ പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുന്നതിന് ചിലവാക്കുന്നത്. അതിന് വേറെ ഇങ്ങോട്ടും പോകണ്ട. സ്റ്റുഡിയോ സെറ്റപ്പിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ 24-നെ കുറിച്ച് കണ്ടാൽ മതി. ചൈനയിൽ ഭീകരന്മാരുടെ ആക്രമണം. അപ്പം തന്നെ വാർത്ത വായിക്കുന്ന അരുണിൻ്റെ നേരെ വെടിയുണ്ടകൾ വരും, ശബ്ദം വരും, അരുൺ എനിക്ക് ഓടും. ഭൂചലനം സംഭവിച്ചു, ഭൂമി പളർന്ന് അരുൺ അപ്പം തന്നെ താഴേക്ക് പോകും. ശ്രീകണ്ഠൻ നായരാണെങ്കിൽ അദ്ദേഹം താഴേക്ക് പോകും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സെറ്റപ്പിലേക്കും 24-ൻ്റെ സ്റ്റുഡിയോ അവർ നന്നാക്കിയെടുത്തു. അവരതിൻ്റെ ടെക്നോളജിക്കൽ വശങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചാനൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ശരിക്കും ഒരു കടുത്ത വെല്ലുവിളിയാണിപ്പോൾ 24 ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള ടെലിവിഷൻ്റെ കടന്നുവരവ്. 1936 ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം BBC-യുടെ നേതൃത്വത്തിൽ ലണ്ടനിലാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലൊന്നും അക്കാലത്ത് ടെലിവിഷനില്ല. ടെലിവിഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഓൺ ആൻ എക്സ്പെരിമെൻ്റൽ ബേസിസ് ഓൺ സെപ്റ്റംബർ 15, 1959. പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് ടെലിവിഷൻ കടന്നു വരുന്നത്. വിത്ത് എ ലിമിറ്റഡ് ട്രാൻസ്മിഷൻ ഓൺ 3 days എ വീക്ക്. ആഴ്ചയിൽ 3 ദിവസം മാത്രമുള്ള പരിപാടികളുള്ളൂ, അധികമൊന്നുമില്ല. The scope of programs was restricted to educational broadcast for a limited area around New Delhi. 180 telecubes were set up within a range of 40 km of the transmitter. Every club provided with a television set by UNESCO. അപ്പോൾ യുനെസ്കോയുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് നടക്കുകയാണ്. ഓൾ ഇന്ത്യ റേഡിയോ പ്രൊവൈഡഡ് ദി എൻജിനീയറിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. അന്ന് ഇന്ത്യയിലെ ഒരു മാധ്യമരംഗത്ത് പ്രഗത്ഭരായിരുന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെയും കൂടി സഹായത്തോടു കൂടി 180 ടെലിക്യൂബ്സിനെ വെച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും വരുന്ന ട്രാൻസ്മിഷനെ കണക്ട് ചെയ്ത് 40 കിലോമീറ്റർ ചുറ്റളവിൽ ഡൽഹിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ എക്സ്പെരിമെൻ്റായിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാമിംഗ് നടക്കുന്നത്. ടെലിവിഷൻ അറ്റ് ദിസ് ഇനീഷ്യൽ ഫേസ് was not considered to be a medium of entertainment but primarily an educational tool. The government of India supported the television project financially. In 1961, television program for teachers were started. Regular broadcasting of television programs began in 1965. A daily 1-hour service started during this period. ആദ്യ കാലഘട്ടത്തിൽ ടെലിവിഷൻ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഒരു ഇൻഫോർമേഷൻ എലമെൻ്റായിട്ടോ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് മാത്രമായിട്ടോ ഒന്നല്ല, പ്യുവർലി ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ പർപ്പസസ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാമുകൾ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയും അപ്പോഴാണ് മനസ്സിലാവുന്നത്, 1961 മനസ്സിലാവുന്നത് ഇതിന് വലിയ രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഫോർമേഷൻ വാല്യൂ കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് തിരിച്ചറിയുകയും ഇന്ത്യ ഗവൺമെൻറ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും സർവീസിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ 1965 ഡെയിലി 1 മണിക്കൂർ വീതമുള്ള പ്രോഗ്രാമുകൾ ദൂരദർശൻ്റെ പേരിൽ തന്നെ തുടങ്ങാനായിട്ട് കാരണമായി. ദൂരദർശൻ എന്ന് ആദ്യം പേരുണ്ടായിരുന്നില്ല, പേരൊക്കെ പിന്നീട് വന്നതാണ്. The period between 1972 to 82 saw the rapid expansion of television in India. By 1975, Calcutta, Madras, Srinagar, Amritsar and Lucknow had television stations. ഘട്ടം ഘട്ടമായിട്ടാണ് ടെലിവിഷൻ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ഡൽഹിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ടെലിവിഷൻ വളർന്നിട്ടില്ല. ടെലിവിഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെയധികം സമയമെടുത്തിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ 1965 1 hour പ്രോഗ്രാമിൽ തുടങ്ങി 1972 മുതൽ 82 വരെയുള്ള 10 വർഷം കൊണ്ട്
വളരെ വലിയ മാറ്റം സംഭവിച്ചു. ഡൽഹി, കൊൽക്കത്ത, മദ്രാസ് പല സ്ഥലത്തും ടെലിവിഷൻ സ്റ്റേഷൻസ് ആരംഭിക്കാൻ തുടങ്ങി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ 1975-76 ദി സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്, സൈറ്റ് എന്നാണ് ചെറുതാക്കി വിളിക്കുക, സൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് ഇന്ത്യ ഗവൺമെൻറ് തുടക്കം കുറിച്ചു. ബ്രോട്ട് ടെലിവിഷൻ ടു 2400 വില്ലേജസ് ഇൻ എ ബാക്ക്വേർഡ് ഏരിയ ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മധ്യപ്രദേശ്, ഒറീസ ആൻഡ് രാജസ്ഥാൻ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങൾക്ക് വേണ്ടി 1975-76 കാലഘട്ടത്തിൽ സൈറ്റ് എന്ന പേരിൽ SITE സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്, അറിഞ്ഞിരിക്കുക 1975-76, ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. This project has been described as the one of the largest communication experiment in the world. ആലോചിച്ച് നോക്കുക, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ. കാരണം ഇത്രയധികം സ്ഥലങ്ങളിൽ 2400ഓളം വില്ലേജുകളിലേക്ക് പ്രോഗ്രാം പോവുക. അമേരിക്കയോ ഇംഗ്ലണ്ടോ പോലും ചെയ്യാത്തത്ര വലിയ ശ്രമമാണ് സൈറ്റിൻ്റെ നേതൃത്വത്തിലെ അല്ലെങ്കിൽ സൈറ്റ് എന്ന പ്രോഗ്രാമിലൂടെ ഇന്ത്യ നേടിയെടുത്തത്. In 1976, television broadcasting was de-linked from All India Radio and was put under the independent organization called Doordarshan. 1976 ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് അതിനെ മാറ്റി നിർത്തി. കാരണം ഇത് ടെലിവിഷനല്ലേ, അപ്പോൾ റേഡിയോയും ടെലിവിഷനും രണ്ടായിട്ട് നിൽക്കട്ടെ എന്നുള്ള താല്പര്യം കൊണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് അതിനെ മാറ്റി ദൂരദർശൻ എന്നൊരു സെപ്പറേറ്റ് ഹെഡ് ഉണ്ടാക്കി അതിന് കീഴിൽ ടെലിവിഷൻ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. 1976 ദൂരദർശൻ സ്വിച്ച്ഡ് ഓവർ ടു കളർ ട്രാൻസ്മിഷൻ ഓൺ August 15, 1982. 1982 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് തന്നെ ദൂരദർശൻ കളർ ട്രാൻസ്മിഷനിലേക്ക് കടക്കാനായിട്ട് തുടങ്ങി. ബിസൈഡ് ദിസ് ഇയർ വിറ്റ്നസ്ഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ റെഗുലർ സാറ്റലൈറ്റ് ലിങ്ക് between Delhi and different transmitters. The major impetus for these developments was the Asian Games held in New Delhi in 1982. 1982 ഇന്ത്യയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഈ പ്രോഗ്രാംസ് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് ഇന്ത്യ ശ്രമം നടത്തി. After 1982, television facilities rapidly expanded. 1982 ശേഷം പതുക്കെ ടെലിവിഷൻ്റെ ഉപയോഗം കൂടി വരാനും അത് ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾ വൈഡൻ ചെയ്യാനും തുടങ്ങി. The number of transmitters and program production centers increased significantly over the years. In 1984, a second channel was launched in ന്യൂ ഡൽഹി. അപ്പോൾ 1984 വരെ ഇന്ത്യയിൽ ദൂരദർശൻ എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ ചാനല് പബ്ലിക് ഓണർഷിപ്പിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ചാനലിനോ വേറൊരു പ്രോഗ്രാമുകൾക്കോ അവിടെ പ്രാധാന്യമില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു പ്രോഗ്രാമും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തി ന്യൂഡൽഹിയിൽ നിന്ന് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. Foreign satellite network began transmission during the Gulf War in 1991. വിദേശ ചാനലുകളുടെ, അതും സാറ്റലൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാനലുകളുടെ കടന്നുവരവ് അത് 1991 ഗൾഫ് വാറിൻ്റെ സമയത്താണ് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് വാറിൻ്റെ ശേഷം ലോകത്താകമാനം ഒരു ചേഞ്ച് വരികയും ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതോടുകൂടി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും അവർക്ക് ഇന്ത്യയിൽ പ്രോഗ്രാമുകൾ നടത്താനും ചാനലുകൾ ആരംഭിക്കാനുള്ള അനുമതി കിട്ടുകയും ചെയ്യുമായിരുന്നു. ഫോറിൻ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പ്രോഗ്രാം ഡിസ്ട്രിബ്യൂഷൻ ടേക്സ് പ്ലേസ് ഐദർ ബൈ ഡയറക്റ്റ് റിസപ്ഷൻ ഓർ ത്രൂ കേബിൾ ഓപ്പറേറ്റർ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഡിഷ് ആൻറ്റിന് വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കേബിൾ TV വഴിയാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ എല്ലായിടത്തും DTH ആണ്, ഡയറക്റ്റ് ടു ഹോമാണ്. വിത്ത് ദി അറൈവൽ ഓഫ് ഫോറിൻ ചാനൽ, ദൂരദർശൻ ലോസ്റ്റ് ഇറ്റ്സ് മൊണോപ്പൊളി ഇൻ ദി കൺട്രി. എ നമ്പർ ഓഫ് ഫോറിൻ ആസ് വെൽ ആസ് പ്രൈവറ്റ് ഡൊമസ്റ്റിക് ടെലിവിഷൻ ചാനൽസ്
have been established in the country. From the late 90s, there has been a virtual mushrooming of private television channel in English, Hindi and other regional languages. ഫോറിൻ ചാനലുകൾ ഇങ്ങനെ കൂടുതലായിട്ട് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യയിലെ ടെലിവിഷൻ്റെ പ്രചാരവും ഉപയോഗവും ഒക്കെ വളരെയധികം കൂടാനായിട്ട് തുടങ്ങുകയും പല ലാംഗ്വേജുകളിൽ, പ്രത്യേകിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജുകളിൽ മലയാളം, തമിഴ്, കന്നഡ പോലെയുള്ള സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളിലേക്ക് ഇത് മാറാനും തുടങ്ങി. നമ്മളുടെ ഈ ടെലിവിഷൻ ചാനലുകളുടെ പ്രോഗ്രാമുകളുടെ രീതി മാറ്റാനും തുടങ്ങി. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സ്ട്രെങ്ത് ഓഫ് ടെലിവിഷൻ ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ടെലിവിഷനാണ്. നമുക്ക് ആദ്യം സ്ട്രെങ്ത് നോക്കാം. ഡെമോൺസ്ട്രേഷൻ എബിലിറ്റി ബൈ കമ്പൈനിങ് സൈറ്റ്, സൗണ്ട് ആൻഡ് മോഷൻ. 3 കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്നുള്ളതാണ്. കേൾവി, കാഴ്ച, ദെൻ ചലിക്കുന്ന ചിത്രങ്ങളെ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായി? ടെലിവിഷനുണ്ടായി. അതൊരു വലിയ മാറ്റത്തിന് കാരണമായി. എബിലിറ്റി ടു റീച്ച് ലാർജ് നാഷണൽ ഓഡിയൻസ് ഇൻസ്റ്റമനിയസ്ലി ഒരു വലിയ ജനവിഭാഗത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചേരാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോഗ്രാം ഇട്ടാൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നിട്ടും ആ പ്രോഗ്രാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്രെഡിബിൾ ആൻഡ് പ്രസ്റ്റീജ് മീഡിയ. ക്രെഡിബിലിറ്റി കൂടാനുള്ള കാരണം വളരെ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊണ്ടാണ് ടെലിവിഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ, വിശ്വാസ്യതയെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി. ദെൻ പ്രസ്റ്റീജ് മീഡിയ എന്ന് പറയാൻ കാരണം ന്യൂസ് പേപ്പർ എല്ലാവർക്കും വരുത്താം. 6 രൂപ 7 രൂപയൊക്കെ കൊടുത്താൽ പത്രം കിട്ടും. റേഡിയോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. കാരണം പവർ സപ്ലൈ വേണമെന്ന് നിർബന്ധമില്ല, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഉണ്ടായിരിക്കും. പക്ഷേ ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ ഹൈലി എലൈറ്റ് ക്ലാസ്സിന് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു നേട്ടമായിരുന്നു ഇന്ത്യയിൽ. ഒന്നുകിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഡോക്ടർമാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, വക്കീലന്മാർ, എൻജിനീയർമാർ, ഇവരുടെയൊക്കെ വീടുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഹൈ ക്ലാസ് ബിസിനസ്സുകാരുടെ വീട്ടിൽ മാത്രമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനൊരു പ്രസ്റ്റീജ് മീഡിയം എന്ന് വിളിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാവരുടെ വീട്ടിലുമുണ്ട്. ഈവൻ ഓലപ്പരയാണെങ്കിൽ പോലും അതിനകത്തൊരു TV കണക്ഷൻ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു വലിയ വളർച്ചയുടെ കാര്യമാണ്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ആ കാലഘട്ടമൊക്കെ പോയി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. കൺസിഡേർഡ് ഹൈലി പെർസ്യൂവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ പറ്റും. റേഡിയോ കേൾക്കുമ്പോഴുള്ള പോരായ്മ, ഇത് കാണാൻ പറ്റണില്ലല്ലോ ഈ പ്രോഗ്രാം, ആ പാട്ട് പാടുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഒരു നാടകത്തിൻ്റെ ശബ്ദരേഖ കേൾക്കുമ്പോൾ ആ നാടകം സ്റ്റേജ് ചെയ്യുന്നത് കാണാനും ആ ആക്ടേഴ്സിൻ്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ കാണാനും ഞങ്ങൾക്ക് യോഗമില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സൗണ്ട്, അതുപോലെ തന്നെ ചലനം, അതുപോലെ തന്നെ വിഷ്വല് കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തപ്പോൾ ഏറ്റവും പെർസ്യൂഡ് ചെയ്യുന്ന മീഡിയമായിട്ട് മാറാൻ ടെലിവിഷന് സാധിച്ചു. ലോ കോസ്റ്റ് പെർ മിനിറ്റ് ഇൻ റീച്ചിങ് ദ ലാർജസ്റ്റ് ഓഡിയൻസ്. ഏറ്റവും ചുരുങ്ങിയ സമയം മതി ഒരുപാട് ആളുകളിലേക്ക് എത്താൻ. ഇപ്പോൾ ഈവൻ നമ്മൾ മൊബൈലിൽ സംസാരിക്കുകയാണെങ്കിൽ കൂടി ഹലോ എന്ന് പറഞ്ഞാൽ ആ ഹലോ പിടിച്ചെടുത്ത് ആ സൗണ്ട് വേവ്സിനെ ഡിജിറ്റൽ വേവ്സാക്കി മാറ്റി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അതാത് ടവറുകളിൽ ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് എത്തിയിട്ട് അത് നമ്മുടെ ചെവിയിലേക്ക് ശബ്ദതരംഗമായിട്ട് വീണ്ടും എൻകോഡ് ചെയ്യപ്പെടുകയോ ഡീകോഡ് ചെയ്യപ്പെടുകയോ ചെയ്യണം. അപ്പോഴാണ് നമ്മളിത് കേൾക്കുക, ഹലോ എന്നുള്ള വാക്ക് കേൾക്കുക. അപ്പോൾ ഇവിടെയുള്ള പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു കൺവേർഷനുള്ള ടൈമിൻ്റെ ലാഗ് ഫോൺ കോളിൽ വരും. അതേസമയം ടെലിവിഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അവർ എറണാകുളത്ത് നിന്ന് പ്രോഗ്രാം വിട്ടാലും തിരുവനന്തപുരത്ത് നിന്ന് പ്രോഗ്രാം വിട്ടാലും അറ്റ് സെയിം ടൈം എല്ലായിടത്തും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഏഷ്യാനെറ്റിൽ ഞാൻ 8 മണിക്ക് ഒരു സീരിയൽ കാണുമ്പോൾ പാവർട്ടിയിലുള്ള ആളുടെ വീട്ടിൽ ഏഷ്യാനെറ്റിൽ 8:30ക്കാണോ ആ സീരിയൽ വരിക? അല്ല, സെയിം ടൈമിൽ തന്നെ വരും. അതാണ് പറയുന്നത് ലോ കോസ്റ്റ് പെർ
മിനിറ്റ് ഇൻ റീച്ചിങ് ദ ലാർജസ്റ്റ് ഓഡിയൻസ്. ഒരു നിശ്ചിത ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ പറ്റുക. ഹൈ ഇമ്പാക്റ്റ് മീഡിയം, അത് 100% ശരിയാണ്. ഇത്രമേൽ സ്വാധീനം ചെലുത്തുന്ന വേറൊരു മാധ്യമവുമില്ല. ഇപ്പം ഇൻ്റർനെറ്റിന് വേണ്ടി വഴിമാറി കൊടുത്തു ടെലിവിഷൻ. എന്നിരുന്നാലും ഒരു 2-3 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുൻപ് വരെ ടെലിവിഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന മീഡിയം. കാരണം നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ടെലിവിഷനിലൂടെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ലിമിറ്റേഷൻ ഓഫ് ടെലിവിഷൻ. എന്തൊക്കെയാണ് പോരായ്മകൾ? ഇതൊക്കെ നേട്ടങ്ങളാണ്, പക്ഷേ എന്തൊക്കെ പോരായ്മകളാണ് ടെലിവിഷനുള്ളതെന്ന് നോക്കാം. വെരി എക്സ്പെൻസീവ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഒരു ടെലിവിഷൻ സെറ്റ് മേടിക്കാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം അതിലേക്ക് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. രണ്ടാമത്തെയും കൂടി ചേർത്ത് പറയാണ് ഹൈ കോസ്റ്റ് ഓഫ് എൻട്രി. നമുക്ക് ഈ പ്രോഗ്രാം കാണണമെങ്കിൽ ആ TV സെറ്റ് മേടിക്കണം. ആ TV സെറ്റ് മേടിക്കാനായിട്ട് നമ്മൾ തുടക്കത്തിൽ ഒരു ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് വലുത് ചിലവാക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് വളരെ ചുരുങ്ങിയ എമൗണ്ടൊക്കെ ഉള്ളൂ. പല രീതിയിലുള്ള TV-കൾ 7,000 രൂപയ്ക്ക് 8,000 രൂപയ്ക്കൊക്കെ TV-കൾ, അതും LED സ്ക്രീനുകൾ വരെ ലഭ്യമാവുന്ന കാലഘട്ടമാണ്. അത് ടൈറ്റ് കോമ്പറ്റീഷൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ കാരണം കൊണ്ടാണ്. പക്ഷെ നമ്മളിവിടെ പോയിൻറ്റുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. വെരി എക്സ്പെൻസീവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്ന്, ഹൈ കോസ്റ്റ് ഓഫ് എൻട്രി. ഡിഫിക്കൽട്ട് ടു ജനറേറ്റ് ആഡിക്വേറ്റ് റീച്ച് ആൻഡ് ഫ്രീക്വൻസി അൺലെസ് മീഡിയ ബഡ്ജറ്റ് ഈസ് വെരി ലാർജ്. നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഏത് പ്രോഗ്രാമാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് തീരുമാനിക്കാനും അത് എത്തിക്കാനും ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് പറയുന്നത്. അവൈലബിലിറ്റി ഈസ് ഗ്രേറ്റ്ലി എഫക്റ്റഡ് ബൈ സീസൺ സൈക്കിൾ ആൻഡ് വ്യൂവിങ് പാറ്റേൺസ്. നിങ്ങളുടെ ചില വ്യൂവിങ് രീതി അനുസരിച്ച്, അതായത് കാഴ്ചക്കാരനൊരു താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. സീരിയൽ കാണുന്നവരുണ്ടായിരിക്കും, സിനിമ കാണുന്നവരുണ്ടായിരിക്കും, മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ, റിയാലിറ്റി ഷോകൾ കാണുന്നവർ, വാർത്ത കാണുന്നവർ, അങ്ങനെ വ്യൂവേഴ്സിന് ഒരു പല താല്പര്യങ്ങളുണ്ടായിരിക്കും. ആ വ്യൂവേഴ്സിൻ്റെ താല്പര്യത്തെ കൂടി എഫക്റ്റ് ചെയ്തുകൊണ്ടും സീസണലി വരുന്ന പ്രോഗ്രാമുകളെ ബേസ് ചെയ്തുകൊണ്ടുമാണ് പലപ്പോഴും TV-യുടെ വ്യൂവർഷിപ്പ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24/7 ന്യൂസ് ചാനൽസ്. ന്യൂസ് ചാനൽസിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ, കടന്നുവരവ് എത്രത്തോളം മീഡിയയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഇൻ 1959 ഓൺ ആൻ എക്സ്പെരിമെൻ്റൽ ബേസിസ് ഫ്രം ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ നിന്നും ആദ്യമായിട്ട് ഒരു പരീക്ഷണാർത്ഥമുള്ള പ്രകടനമാണ് എന്തിനു തുടങ്ങിയത്? ടെലിവിഷൻ ചാനൽസിന് തുടക്കമിട്ടത്. സ്ലോലി ആൻഡ് സ്റ്റഡിലി ബ്രോഡ്കാസ്റ്റിംഗ് വാസ് എക്സ്പാൻഡഡ് ഇൻ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി കൺട്രി. പതിയെ പതിയെ അതിൻ്റെ സാധ്യതകളെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ വലുതാവാനും തുടങ്ങി. അതായത് റീച്ചബിലിറ്റി. ഇപ്പോൾ എനിക്ക് TV കാണാൻ പറ്റുന്നു, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ TV കാണാൻ പറ്റുന്നു, ഇപ്പുറത്തെ വീട്ടിൽ TV കാണാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ റീച്ച് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതെൻ്റെ ഗ്രാമം മുഴുവൻ TV കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും ആളുകളിലേക്ക് അതിൻ്റെ റീച്ച് എത്തിയെന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. But government controlled Doordarshan had monopoly in television broadcasting. Its programs were largely informative and little attention was paid to provide entertainment-based programs. പക്ഷേ ഇന്ത്യയിൽ പറ്റിയ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ദൂരദർശനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുകയും ഇന്ത്യയിലെ ചാനലുകളുടെ കുത്തക അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത് ദൂരദർശനം മാത്രമാക്കി ലിമിറ്റ് ചെയ്യുകയും ആ ദൂരദർശൻ തന്നെ വളരെ ലിമിറ്റഡായിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി ഒന്നും കൊടുക്കാതെ പ്യുവർലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമാണ് ചെയ്തിരുന്നത് എന്നുള്ളതും വലിയൊരു ഡ്രോബാക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടത് ഡ്രോബാക്കായിട്ട് കണക്കാക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് അത് കാണാനുള്ള താല്പര്യം കുറവായി. എപ്പോഴും ഇൻഫർമേഷൻ മാത്രമായപ്പോൾ ആൾക്കാരതിന് വേണ്ടത്ര സ്വീകാര്യത കൊടുത്തില്ല. Doordarshan's monopoly was challenged by CNN in 1991 with the live coverage of the Gulf War. CNN started beaming news reports of the bombing of Kuwait by Saddam Hussein. The live coverage of war and the other events sparked off a demand for more channels that provide news and entertainment without unnecessary intervention from the government.
1991 ഗൾഫ് വാറിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സംരക്ഷണം CNN നടപ്പിലാക്കിയതോടുകൂടി ദൂരദർശൻ അതൊരു കടുത്ത വെല്ലുവിളിയായി. കാരണം ആദ്യമായിട്ടാണ് ജനങ്ങളൊരു യുദ്ധത്തിൻ്റെ ലൈവ് കവറേജ് കാണുന്നത്. സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അത് ലോകത്തെ നെടുക്കിയ സംഭവമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല അത് ജനങ്ങൾ ലൈവായിട്ട് വീട്ടിലിരുന്ന് ടി വിയിലൂടെ കണ്ടപ്പോൾ CNN കിട്ടിയ ഒരു പ്രാധാന്യം വളരെയധികം കൂടാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരിൽ നിന്നൊരു ഡിമാൻഡ് ഉണ്ടാവാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് കിട്ടാൻ ചാനലുകൾ വേണമെന്നുള്ളൊരാശയം എല്ലാവരിൽ നിന്നും കടന്നു വരാൻ തുടങ്ങി. ലേറ്റർ Star TV went on air in India 1991 with multiple channels. This marked the beginning of a cable television revolution in the country. 1991 തന്നെ സ്റ്റാർ നെറ്റ്വർക്ക്, അതായത് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ഓണേഴ്സായിട്ടുള്ള സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസ് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അവർ ഒരുപാട് ചാനലുകൾ കൊണ്ടു. സ്റ്റാർ മൂവീസ്, സ്റ്റാർ മാജിക്, സ്റ്റാർ സ്പോർട്സ്, സ്റ്റാർ ന്യൂസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലയിലേക്കുള്ള ചാനലുകൾ കൊണ്ടുവന്നു. അവരുടെ അത്തരം ചാനലുകളുടെ കടന്നുവരവോടുകൂടി ജനങ്ങൾ കൂടുതലായിട്ടും ഇൻഫോർടൈൻമെൻറ്റിലേക്ക് മാറാൻ തുടങ്ങി. എൻ്റർടൈൻമെൻറ്റും വേണം, ഇൻഫർമേഷനും വേണം, രണ്ടും കൂടി ചേർന്ന് കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ ദൂരദർശൻ പതിയെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. Star TV network introduced 5 major television channels into the Indian broadcasting space had so far been monopolized by Doordarshan. CTV was the first privately owned Indian channel to broadcast over cable networks. സ്റ്റാർ ടി വിയുടെ 5 ചാനലുകളും CNN പോലെയുള്ള CNN IBN എന്ന് പറയുന്ന ചാനലും പ്ലസ് CTV എന്ന പേരിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരു ടെലിവിഷൻ ചാനൽ കൂടി ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ദൂരദർശൻ പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിവാക്കാനായിട്ട് തുടങ്ങി. കാരണം ദൂരദർശനിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമേ ഉള്ളൂ. പ്യുവർലി ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ്. ഗവൺമെൻറ് അറിയാതെ, ഗവൺമെൻറ് പറയാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ചാനലായിട്ട് ദൂരദർശൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ജനങ്ങളുടെ മുൻപിലേക്ക് മൾട്ടിപ്പിൾ ചോയ്സുമായിട്ട് ഇങ്ങനെ ചാനലുകൾ കടന്നു വരുന്നു. അപ്പോൾ ജനങ്ങൾ ആ ചാനലുകളുടെ സ്വീകാര്യത ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അത് ദൂരദർശന് വലിയൊരു തിരിച്ചടി നേരിട്ട കാര്യമാണ്. വിത്ത് ദ ലോഞ്ച് ഓഫ് സൺ TV in 1992, South India saw the birth of its first private television channel. Following Sun TV, several television channels sprung up in the southern states. Among these are the Tamil channel Raj Television and the Malayalam channel Asianet, both launched in 1993. 1992 ഒരു തമിഴ് ചാനൽ സൺ നെറ്റ്വർക്ക് എന്ന പേരിൽ തുടങ്ങുകയും പക്ഷേ അവരുടെ മലയാളം വേർഷൻ സൂര്യ TV കടന്നു വരാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്തു. പക്ഷേ 1993 രാജ് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി, പ്രൈവറ്റ് ഓൺഡ് കമ്പനി രാജ് TV എന്ന പേരിലൊരു TV ചാനൽ ആരംഭിക്കുകയും അതിൻ്റെ മലയാളം വേർഷൻ ഏഷ്യാനെറ്റ് എന്ന പേരിൽ അവർ കേരളത്തിൽ തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി ടെലിവിഷന് കിട്ടുന്ന സ്വീകാര്യത വളരെയധികം കൂടാനായിട്ടത് കാരണമായി തീർന്നു. NDTV and NDTV India launched in 2003 under the leadership of Pranoy Roy are the first privately owned 24/7 news channel in India. ഇതിൽ NDTV 24/7 എന്ന് പറയുന്നത് ഇംഗ്ലീഷും NDTV India എന്ന് പറയുന്നത് ഹിന്ദി ചാനലും ആയിരുന്നു. ഇറ്റ് വാസ് ഫോളോവഡ് ബൈ സെവറൽ ന്യൂസ് ചാനൽസ് ബോത്ത് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് അതർ റീജിയണൽ ലാംഗ്വേജസ്, പോസിംഗ് ദി ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ടു ദി സ്റ്റേറ്റ് റൺ ദൂരദർശൻ. പിന്നീട് ഒരുപാട് ചാനലുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ദൂരദർശൻ ഓൺ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേറ്റിന് അത് കനത്ത വെല്ലുവിളിയാവുകയും പുതിയ ചാനലുകളുടെ കടന്നുവരവ് ദൂരദർശനെ പിന്നോട്ടടിക്കുകയും ചെയ്തു. ഇൻ കേരള ടു, വ്യൂവേഴ്സ് ഹാഡ് നോ ചോയ്സ് ബട്ട് DD പ്രോഗ്രാംസ് until August 1993 when Asianet, the first private television channel in Malayalam, began satellite broadcasting.
Since Government of India did not permit private television channel to uplink programs from the country, Asianet had to set up its studios on foreign location and broadcast the program using a Russian satellite. അപ്പോൾ പല രീതിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നമ്മളുടെ രാജ്യത്ത് മറ്റ് ചാനലുകൾ കടന്നു വരുന്നത് വിലക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് ഒറ്റ പ്രോഗ്രാം പോലും റൺ ചെയ്യാനായിട്ട് ആരെയും അനുവദിച്ചില്ല. അതുകൊണ്ട് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ എന്ത് ചെയ്തു, വിദേശത്ത് പോയി അവരുടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്ത് റഷ്യൻ സാറ്റലൈറ്റിൻ്റെ സഹായം വേണ്ടേ? സാറ്റലൈറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഗവൺമെൻറ് അതിൻ്റെ ഉപയോഗത്തിന് വിട്ടു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ സാറ്റലൈറ്റുകളെ സഹായത്തിന് തേടേണ്ടതായിട്ട് വരും. അങ്ങനെ റഷ്യൻ സാറ്റലൈറ്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് കേരളത്തിലെ ബ്രോഡ്കാസ്റ്റിംഗ് അവർ നടത്തിക്കൊണ്ട് പോയി. ദിസ് ചാനൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് catered to entertainment and information needs to meet so far state run ദൂരദർശൻ. സ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോകുന്ന ദൂരദർശനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷൻസും ഒക്കെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഏഷ്യാനെറ്റിന് സാധിച്ചതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ അതിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ഇറ്റ്സ് ഫോക്കസ് ഓൺ എൻ്റർടൈൻമെൻറ്റ് എസ്പെഷ്യലി ഫിലിംസ് ആൻഡ് ഫിലിം ബേസ്ഡ് പ്രോഗ്രാം along with news and news-based programs made the channel very popular. Surya TV 1998, Kairali 2000 followed suit with broadcast of news and entertainment programs. അപ്പോൾ ദൂരദർശൻ എപ്പോഴും വാർത്താ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും കർഷകന് വേണ്ടിയിട്ടുള്ള പരിപാടികളും മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റ് സിനിമ ഇടാനും സിനിമയുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ വാല്യൂ കൊടുത്തുകൊണ്ട് എന്നാൽ ഇൻഫർമേഷൻ ചോർന്നു പോകാത്ത രീതിയിൽ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനും തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ ദൂരദർശൻ വിട്ട് ഇതിലേക്ക് മാറാനായിട്ട് അത് കാരണമായി തീർന്നു. 1993 ഏഷ്യാനെറ്റ്, 98 സൂര്യ TV മലയാളം വേർഷൻ, 2000 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ അധീനതയിലുള്ള കൈരളി ചാനലും മലയാളത്തിലേക്ക് കടന്നു വന്നു. India Vision, the first 24-hour exclusive news channel in Malayalam, commenced operation on April 21st, 2003. 2003 ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മലയാളം ന്യൂസ് ചാനൽ 24/7 ന്യൂസ് ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യ വിഷനാണ് ആദ്യമായിട്ട് 24/7 ന്യൂസ് ചാനലായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഇറ്റ് assured in the era of professional news gathering and live report of events, news bulletins in Malayalam television channel, which so far largely consisted of a reading exercise, witnessed a sea change with the arrival of India Vision. ആദ്യകാലത്തിലൊക്കെ മലയാളം ചാനലുകളുടെ വാർത്തകൾ എന്ന് പറയുന്നത് വെറുതെ ഒരാളിരുന്ന് വാർത്തകൾ വായിച്ചു പോകുന്ന രീതിയായിരുന്നു. പക്ഷേ ഇന്ത്യ വിഷൻ പോലെയുള്ള 24/7 ന്യൂസ് ചാനലുകൾ വന്നതോടുകൂടി അത് വല്ലാതെ അങ്ങ് റെവല്യൂഷനൈസ് ചെയ്യപ്പെട്ടു. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഏഷ്യാനെറ്റ് 2003, പീപ്പിൾ മനോരമ ന്യൂസ് 2007, ജയ്ഹിന്ദ് 2008, റിപ്പോർട്ടർ 2011, മാതൃഭൂമി 2013, മീഡിയ വൺ 2013 ആൻഡ് ന്യൂസ് 18 കേരള 2016, 24 ന്യൂസ് in 2018. Unfortunately, India Vision, the first 24/7 news channel, Malayalam ceased broadcasting in 2015 due to financial and also political reasons. രാഷ്ട്രീയവും സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങൾ മൂലം ഇന്ത്യ വിഷൻ അടച്ചുപൂട്ടുകയും എന്നാൽ ഒരുപാട് പുതിയ ചാനലുകൾ 24/7 ന്യൂസ് ചാനലുകളായിട്ട് മലയാളികൾക്ക് മുൻപിലേക്ക് കടന്നു വരികയും അതിലേറ്റവും അവസാനം 2018 വന്ന 24ൻ്റെ ന്യൂസ് ചാനൽ വളരെ വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ടെലിവിഷനെ കുറിച്ചിട്ടാണ്. ടെലിവിഷൻ്റെ കടന്നുവരവ്, ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ്, അതിൻ്റെ വളർച്ച. അതിനുശേഷം സൈറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എക്സ്പെരിമെൻ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റേഷനും കണ്ടു, സ്ട്രെങ്ത്തും കണ്ടു. ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള 24/7 ന്യൂസ് ചാനൽസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിലെ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൂമിയർ ബ്രദേഴ്സ്, പ്രസാർ ഭാരതി, സൈറ്റ്, അലം ആറ, ദുണ്ടിരാജ്, ഗോവിന്ദ് ഫാൽക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് TV,
കമ്മ്യൂണിറ്റി റേഡിയോ, CBFC, അതുപോലെ തന്നെ ട്രേസ് ദ ഗ്രോത്ത് ആൻഡ് ഒറിജിൻ ഓഫ് റേഡിയോ ഇൻ ഇന്ത്യ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ വാരിയസ് ട്രെൻഡ് ഇൻ മലയാളം ഫിലിംസ്, ദ ഓൺസ്ലോട്ട് ഓഫ് ടെലിവിഷൻ ചാനൽസ് ഹാസ് പോസ്ഡ് ദ മെനി ചലഞ്ചസ് ടു റേഡിയോ ബ്രോഡ്കാസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതുക. സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. സബ്മിറ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം കൊറോണ വൈറസിനെതിരെ ജാഗ്രത ഒട്ടും കൈവിടാതിരിക്കുക. പുതിയ വകഭേദങ്ങളൊക്കെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ കെണിയിൽ പോയി വീഴാതെ സുരക്ഷിതരായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.